എൻ്റെ ഒരു മാസം മുമ്പേ അവിടെ ഒരു വാഹനം അവിടെ വെച്ച് അപകടപ്പെട്ട് വണ്ടി പോലീസ് ഒന്നൊക്കെ പിടിച്ചോണ്ട് കൊണ്ടുപോയി. മരണം രണ്ടെണ്ണം. ഒരു പെണ്ണ് കൂടെ വെച്ച് തന്നെ മരിച്ച്, അങ്ങ് ആശുപത്രി ചെന്ന് അതിന്റെ പിറ്റേന്ന് തരാണ് മരിച്ചത്. മൊത്തവും അത് തന്നെ വണ്ടികൾ വരുന്നെന്ന് പറഞ്ഞാൽ അവർ സിഗ്നൽ നോക്കാതെ പോവുക. ഇപ്പോൾ ലൈറ്റ് അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഇട്ടിട്ടും അവർ അതിൻ്റെ ഇത് നോക്കാതെ സിഗ്നൽ നോക്കാതെ അവരെടുത്തുകൊണ്ട് പോവുക. അങ്ങനെ അപകടം കൂടുതൽ നടക്കുന്നത്. വാഹനങ്ങളിൽ വരുന്നവർ സിഗ്നൽ പോലും നോക്കുന്നില്ല. ഓരോ വണ്ടിയും നോക്കുന്ന പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ബസ് പോലും ഇത് നോക്കുന്നില്ല. അവർ കൊണ്ടുപോവുകയാണ്. നമുക്ക് ഈ തിരുവല്ലം ചാക്ക ഈ റോഡ് എന്ന് പറയുന്നത് മുക്കാല വരെയൊക്കെയുള്ള ഭാഗം ഒരു മരണക്കളം എന്ന് തന്നെ. മരണക്കളം തന്നെ. വാഴമുട്ടം കുറച്ച് കൂടുതലാ. ഇവിടങ്ങളിൽ കൂടുതൽ നടക്കുന്നത് ഇവിടെയാണ്. കാരണം ഇവിടെ 10 മിനിറ്റ് ഇവിടെ നിന്ന് നോക്കിയാൽ മതി, അറിയാം ഏതെങ്കിലും ഒരു വണ്ടി സിഗ്നൽ നോക്കി പോകുന്നുണ്ടോ ഇല്ലയോ എന്ന്. എല്ലാ ദിവസവും അപകടങ്ങളുണ്ട്. ഒരു ദിവസം പോലും ഇല്ലാതെ നമ്മുടെ മരണങ്ങളൊക്കെ ലൈഫായിട്ട് കണ്ടിട്ടുണ്ട് ഇവിടെ. ഈ ഹൈ വന്നതിന് ശേഷം എത്ര അപകടങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്നറിയാം. ഒരു ചേച്ചി എന്ന് പറഞ്ഞാൽ 2-3 മാസം മുമ്പായിട്ട് ഒരു ലാറിക്കാരെ കയറ്റി ഇറക്കി. നല്ല അവർ ഭാര്യം ഭർത്താവിട്ട് വന്നതാണ്. ആ ലാറിക്കാരൻ്റെ അമിത വേഗതയാണ് ഈ സംഭവിച്ചത്. ഈ സിഗ്നലിന്റെ നടുവിൽ വെച്ചാണ്. ക്രോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ക്രോസിംഗ് ഒരു പ്രശ്നമാണ്. കാരണം മേൽപ്പാലമൊക്കെ ആണല്ലോ വേണ്ട, അതിന് പകരം ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും പ്രശ്നമുണ്ട്. മേൽപ്പാലത്തിന് വേണ്ടിയൊക്കെ അവർ ധർണയൊക്കെ നടത്തിയേക്കാണ് വരുമെന്നാണ് പറഞ്ഞത്. ഒന്നാം സ്കൂളാണ്, മേൽപ്പാലം അത്യാവശ്യമാണ്. മത്സരയോട്ടം, അമിത വേഗം, അലക്ഷ്യമായ ഡ്രൈവിംഗ് ഇതെല്ലാം തന്നെ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഉയരം കുറഞ്ഞ ഡിവൈഡറുകൾ മറികടക്കാൻ ആളുകൾ ശ്രമിക്കുന്നത് അപകടത്തിന് മറ്റൊരു കാരണമാകുന്നു. ഒരുപക്ഷെ തമിഴ്നാട്ടിലെ ദേശീയപാതകളോ ബൈപ്പാസുകളോ പോലെയല്ല കേരളത്തിലേത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒരുപക്ഷെ ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങൾ കേരളത്തിൽ തന്നെ നമുക്കൊരു നഗരമായി കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ജനനിബിഡമാണ് പ്രദേശങ്ങൾ. പുലർച്ചെയും മറ്റും ജോലിക്ക് പോകുന്ന ആളുകൾ ഈ ഡിവൈഡറുകൾ മറികടന്നു പോകുമ്പോൾ കൃത്യമായ പ്രകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് ഇത് കാണാൻ കഴിയാത്ത, ഓടിക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയാത്ത സാഹചര്യവും ഇത് അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥിതിയും ഉണ്ടാക്കുന്നു. അങ്ങനെ നിരവധി ജീവനുകൾ പൊലിഞ്ഞ സാഹചര്യമുണ്ട്. തിരുവല്ലത്ത് തന്നെ വീട്ടുജോലിക്ക് പുറപ്പെട്ട യുവതി ആ തരത്തിൽ മരിച്ച സംഭവമുണ്ടായി. രണ്ടാമത് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആരും നോക്കാറില്ല. എല്ലാവരും അവരെന്താ സ്വന്തം ഇഷ്ടത്തിലാണ് പോകുന്നത്. ഒന്നാമത് ഇവിടെ ഒരു AI ക്യാമറ ഉണ്ടെങ്കിൽ ഇത്രയും വാഹനത്തിന്റെ ശല്യം കുറയും. കാര്യം സിഗ്നൽ നോക്കാതെ പോകുന്ന ഒരുപാടുണ്ട്. ഇവിടെ ഇരിക്കുന്ന AI ക്യാമറ ഇല്ല, കാരണം പോലീസ് സ്റ്റേഷനിലുള്ള ക്യാമറയാണ്. അതുകൊണ്ട് സിഗ്നൽ നോക്കാതെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. രണ്ടാമത് ടോളിന്റെ വർധനമൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഈ വഴിയുള്ള മത്സര ഓട്ടം മറ്റൊരു കാര്യമാണ്. ബൈക്കുകളുടെ റേസിംഗ്, 2 ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാക്കൾ മരിച്ചതും അടുത്തിടെയാണ് തിരുവല്ലത്ത്. ആ തരത്തിൽ ഒരു വശത്ത് പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ പ്രകാശം ഇല്ലാത്തത് സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെയാണ് ചില സിഗ്നലുകളുടെ പ്രശ്നങ്ങൾ.